ക്രിസ്തീയ പൗരൻ്റെ സാമൂഹിക ജീവിതം. തീത്തോസ് 3-ാം അധ്യായം 1-ാം വാക്യം. ക്രിസ്തീയ വിശ്വാസം സഭയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, സമൂഹത്തിൽ ജീവിക്കുന്നതിലും തെളിയേണ്ട ഒന്നാണ്. ഒരു ദൈവ പൈതലിൻ്റെ പൊതുജീവിത സാക്ഷ്യം എങ്ങനെ ആയിരിക്കണമെന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് ദൈവജനത്തെ ഓർമ്മപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനോട് പറഞ്ഞിരിക്കുന്നത്. അധികാരികൾക്ക് കീഴടങ്ങുക എന്നതാണ് അതിലൊന്ന്. അന്യായത്തെ അംഗീകരിക്കലല്ല, ഭരണക്രമത്തോടുള്ള ബഹുമാനമാണ്. ദൈവമാണ് അധികാരങ്ങളും ക്രമങ്ങളും അധികാരികളെയും വെച്ചിരിക്കുന്നത്. ഈ വ്യവസ്ഥയെ അനുസരിക്കുന്നവർ നല്ല പൗരന്മാരാകുന്നു. നിയമങ്ങളോട് എതിർപ്പാനല്ല, അതിനെ അനുസരിപ്പാനാണ് വചനം പറയുന്നത്. കൂടാതെ നാം ഏത് നല്ല പ്രവൃത്തിക്കും ഒരുങ്ങിയിരിക്കണം. നന്മ ചെയ്യുവാൻ അവസരം കാത്തിരിപ്പാനല്ല, തയ്യാറായിരിക്കണം. വിമർശനം, ദൂഷണം, നിന്ദ ഇവ ക്രിസ്തീയ സാക്ഷ്യത്തെ തകർക്കും. അതിനാൽ നാവ് നിയന്ത്രണ വിധേയമായിരിക്കണം. നമ്മുടെ നാവ് അനുഗ്രഹത്തിൻ്റെ ഉറവിടമായിരിക്കണം. എല്ലാറ്റിലും പൂർണ്ണ സൗമ്യത കാണിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം പെരുമാറ്റത്തിൽ കാണപ്പെടണം. സഭയ്ക്കുള്ളിൽ മാത്രം വെളിപ്പെടേണ്ട ഒന്നല്ല ക്രിസ്തീയ ജീവിതം. അത് നമ്മുടെ സാമൂഹിക ജീവിതത്തിലും വെളിപ്പെടണം.